ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബേക്കറി ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം പറയാൻ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്ന ടീച്ചറമ്മ മോഹനെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് എന്നെ കൊന്നു കളയാം, അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു പോലീസുകാരൻ കാവലിരിക്കാൻ മാത്രം വിലയൊന്നും എൻ്റെ ജീവനില്ല. ആരെയും ബാധിക്കാത്തൊരു ജീവിതമാണ് എൻ്റേത്. ഞാനിവിടെ ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് സാറ് പറയുന്നത് കേട്ട്, സാർ അങ്ങനെയൊന്നും പറയില്ലേ സാർ, സാറിന്റെ സ്റ്റുഡൻസിനെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കണം എന്ന് സരസ്വതിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ല, എന്തെങ്കിലും സംഭവിച്ചാലും പാതി വഴിയിലായ ഒരു കുടുംബം ഉണ്ടാവില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് സാറും പറയുന്നുണ്ട്. വിഷമത്തിലാവുന്ന മുറിവേൽക്കുന്ന ചില മനുഷ്യരും ഉണ്ടാവില്ലേ സാർ ഇവിടെ. മോഹൻ ഇടയ്ക്കെന്നെ പാതിരാത്രി വിളിച്ച് എന്നെയും സാറിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സരസ്വതി സൂക്ഷിക്കണമെന്ന് സാറും പറയുന്നുണ്ട്. മരണത്തിലും വലിയ ശൂന്യതകൾ ജീവിതത്തിൽ അനുഭവിച്ചവരോട് കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് അബദ്ധമല്ലേ സാർ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് സത്യമെന്ന് ചിരിയോടെ സാറും പറയുന്നുണ്ട്. സാറിനോട് വേറൊരു കാര്യം കൂടി പറയാനാ ഞാൻ വിളിച്ചതെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതെന്താണാവോ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. സാർ, കുറച്ച് സാമ്പത്തിക പ്രശ്നം കാരണം മഹേഷിന് ബേക്കറി പൂട്ടേണ്ടി വന്നു. അവൻ്റെ ഒരു രീതി വെച്ച് ഇനി തുറന്നെടുക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഞാനും കുഞ്ഞിയും കൂടി ബേക്കറി റീഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ആഹാ, അത് നന്നായി, അപ്പോൾ മധുരം ബേക്കേഴ്സിന് ടീച്ചേഴ്സ് ബേക്കറി എന്നാക്കാം എന്ന് സാറ് പറയുന്നത് കേട്ട് ചിരിയോടെ സാർ ഒരു ദിവസം ഇങ്ങോട്ടിറങ്ങണം, ഞങ്ങളുടെ ബേക്കറിയൊക്കെ കാണാലോ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഷുവർ, ഇറങ്ങാം, നിങ്ങൾക്ക് രണ്ടാക്കും എൻഗേജ്ഡ് ആവാൻ ഇങ്ങനെ എന്തെങ്കിലും വേണമായിരുന്നു. നന്നായി എന്ന് സാറ് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പവും ഇലയുടെയും ഒക്കെ പിന്നെയും തുടങ്ങി. സാറിനറിയാലോ, ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന് നല്ല ഡിമാൻഡായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാതിരുന്ന കുറെ കാലം കൊണ്ട് ബേക്കറി കാര്യം മൊത്തം അവതാളത്തിലായി. മഹേഷ് ഇതിന്റെ പേരിൽ നല്ല ബാധ്യതയുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട്, ആണല്ലേ മഹേഷ് ഇപ്പോ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. രേണുവിന്റെ വീട്ടിലുണ്ട്, രാധ വിഷ്ണുവിന്റെ വീട്ടിലും. നമ്മുടെ തണല് ചൂഷണം ചെയ്യുന്ന മക്കളെ അടച്ചു പിടിക്കാൻ പാടില്ലല്ലോ സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അവരിനി സ്വയം തുഴയട്ടെ, അന്നേരമേ അവർക്ക് സരസ്വതിയുടെ വില അറിയൂ. അതെ, എനിക്കിനി വൈകിട്ടേ ക്ലാസ് ഉള്ളൂ, സരസ്വതിക്ക് അവിടെ ബേക്കറിയിൽ തിരക്ക് കാണും അല്ലേ എന്ന് സാറ് ചോദിക്കുന്നുണ്ട്. എന്റെ പണി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്, പിന്നെ ഇവിടെ കുഞ്ഞിയും ഉണ്ടല്ലോ സാർ. പിന്നിപ്പോൾ അധികവും ഓൺലൈൻ പേയ്മെൻ്റ് അല്ലേ, ക്യാഷ്യർക്ക് അധികം പണിയൊന്നുമില്ല എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് ചിരിയോടെ, അപ്പോൾ നടക്കട്ടെ സരസ്വതി, ഞാൻ അവധിയുള്ളൊരു ദിവസം ഇറങ്ങാം, പിന്നെ വീണയോട് എൻ്റെ അന്വേഷണം പറയണം എന്ന് സാറ് പറയുമ്പോഴേക്കും വിനോദിന് സാധനങ്ങൾ എടുത്തു കൊടുത്തോണ്ടിരിക്കുന്ന വീണയെ ടീച്ചറമ്മ കാണുന്നുണ്ട്. ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്, പറഞ്ഞേക്കാം സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഓക്കെ സരസ്വതി, ശരി എന്ന് പറഞ്ഞ് സാറും ഫോൺ വയ്ക്കുന്നുണ്ടേ. അപ്പോഴേക്കും വിനോദും പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ബില്ലാക്കാനായി വരുന്നുണ്ട്. ടീച്ചറെ എന്ന് വിളിച്ചോണ്ട് വിനോദ് വരുമ്പോഴേക്കും ഞാൻ കണ്ടായിരുന്നു, ഒരു കോളിലായിരുന്നു എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ടീച്ചറോട് സത്യം പറയാലോ, കുറെ കാലമായിട്ട് ഫാമിലിയൊന്നും ഇങ്ങോട്ട് വരാറില്ല, എപ്പോഴും കുറെ കോളേജ് പിള്ളേരും ചിരിയും ബഹളവും. ഞാൻ ഇവിടെ കയറിയിട്ട് തന്നെ കുറെ കാലമായി. ടീച്ചറും വീണയും നടത്തിയ ഇത് നന്നായി പോകുമെന്ന് വിനോദ് പറയുമ്പോൾ നോക്കാം വിനോദേ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. പ്രീതയും വിദ്യമോളും എന്ത് പറയുന്നു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നു ടീച്ചറെ എന്ന് വിനോദും. ഒരു ദിവസം അവരെയും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങ് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇറങ്ങാമെന്ന് പറയുന്നുണ്ട് വിനോദ്. പിന്നീട് വിനോദിന്റെ സാധനങ്ങളെല്ലാം ബില്ലാക്കിയ ശേഷം 2 കവർ ഉണ്ണിയപ്പം കൂടി എടുക്കാനായി ടീച്ചറമ്മ വീണയോട് പറയുന്നുണ്ട്. വീണ അത് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ടീച്ചറമ്മ അത് കവറിൽ വെച്ചോണ്ട് ഇത് വിദ്യമോൾക്കെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എടുത്തു കൊടുത്ത ബേക്കറി അവതാളത്തിലാവും ടീച്ചറെ എന്ന് വിനോദ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലല്ലോ, വിദ്യമോൾക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കവർ വിനോദിനെ ഏൽപ്പിക്കുമ്പോഴേക്കും ടീച്ചർ തന്നുവിട്ടതാണെന്ന് പറഞ്ഞ വിദ്യമോൾക്ക് ഒത്തിരി സന്തോഷാവും എന്ന് പറഞ്ഞ് വിനോദ് അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ. പിന്നീട് പുറത്തു വെച്ച് മീറ്റ് ചെയ്യുന്ന സന്തോഷിനെയും പോറ്റിയെയുമാണ് കാണിക്കുന്നത്. പോറ്റി കടല കുറിച്ചുകൊണ്ട് നല്ല മുരിഞ്ഞതാ എന്ന് പറഞ്ഞ് സന്തോഷിന് കൊടുക്കുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടെന്ന് സന്തോഷ് പറയുന്നുണ്ട്. വീട്ടിലിരുന്ന നിന്റെ അടുത്ത് തുറന്നൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ ഇവിടെ വരാൻ പറഞ്ഞത്. ഒരു കൊമ്പൊടിയുന്ന പോലെ തന്നെയാ സന്തോഷയെ ബന്ധം തകരുന്നതും. ഒടിഞ്ഞ ശബ്ദം എല്ലാവരും കേൾക്കും, പിന്നെ ഓരോരുത്തരും ഓരോ ന്യായവും കൊണ്ടുവരും. ചിലര് കാറ്റുകൊണ്ട് ഒടിഞ്ഞെന്ന് പറയും, വേറെ ചിലര് പറയും പൊന്തക്കനം കൊണ്ടാണ് ഒടിഞ്ഞതെന്ന്. ഇല്ല ദ്രവിച്ചിട്ടാണെന്ന് വേറെ ചിലര് പറയും. ഇങ്ങനെ 100 ന്യായം പറയും ആൾക്കാര്. ഉപദേശം കൊണ്ടും കുറെ എണ്ണം വരും. ബന്ധം കളയാനൊന്നും പാടില്ലെന്നും കുറെ എണ്ണം പറയും. നമുക്കേ ഇതിലൊരു സ്റ്റാൻഡ് വേണം സന്തോഷേ, ഇതിനി നമുക്ക് ചേർക്കാൻ പറ്റുന്ന ബന്ധമേ അല്ല, അത് ഉറപ്പാണേ എന്ന് പോറ്റി ചോദിക്കുമ്പോൾ അതെ എന്ന് സന്തോഷവും തലകുലുക്കുന്നുണ്ട്. വെറുതെ നിന്ന് തലകുലുക്കിയാ പറ്റില്ല, എന്താന്ന് വാപൊളിച്ച് പറ സന്തോഷേ എന്ന് പോറ്റി ചോദിക്കുമ്പോൾ ചേർന്ന് പോവാൻ പാടാണെന്ന് സന്തോഷം പറയുന്നുണ്ട്. അത് കേൾക്കെ പോറ്റിയും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതാണ് ഒരഴകുഴമ്പൻ നിലപാട്, ചേർന്ന് പോവാൻ പാടാന്നല്ല പറ്റില്ല എന്ന് തന്നെ പറയണം. കാര്യങ്ങളിൽ അങ്ങനെയൊരു കണിശത വേണം. നിങ്ങളുടെ ബന്ധം 2 ആകുന്നത് വരെ ഒരു ഘട്ടത്തിലും അയഞ്ഞു പോവരുത്. മറ്റൊന്ന് നീ പ്രത്യേകം ശ്രദ്ധിക്കണം, പെണ്ണ് വീട്ടുകാരെ സോപ്പിട്ട് വരും. ഇത്തവണ കൂടെ ക്ഷമിച്ചൂടെ സന്തോഷയെ, ജീവിതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒട്ടും അലിയരുത്, വഴങ്ങരുത്.
ആര് ചോദിച്ചാലും ചേർന്ന് പോകാൻ പറ്റില്ലെന്നങ്ങ് തീർത്തു പറഞ്ഞേക്കണം. പിന്നെ ആ ജോണിന് നല്ല പണി കൊടുക്കണം. നിന്റെ അടുത്ത സുഹൃത്തായി നിന്നിട്ടും പണി തന്നവനാ എന്ന് പോറ്റി ഓർമ്മിപ്പിക്കുമ്പോൾ അവനിപ്പോ വീണയുടെ വലിയ രക്ഷകൻ ചമയുന്നുണ്ട്. അവൻ വലിയ ഹീറോ ചമഞ്ഞിട്ടാ എനിക്ക് വിലയില്ലാതാക്കുന്നത്. എന്നെ പണിഞ്ഞിട്ട് രണ്ടും കൂടി പൊറുക്കാമെന്ന് കരുതണ്ട എന്ന് സന്തോഷവും പകയോടെ പറയുന്നുണ്ട്. ഇപ്പോഴാടാ ഒരു ചുണക്കുട്ടിയായത്. ഇങ്ങനെ വേണം കാര്യങ്ങളിൽ നിൽക്കാൻ. കൊള്ളാം. സ്ട്രോങ് ആയി രണ്ടിന്റെയും മുഖത്ത് നോക്കി പറയാനും പറ്റണം. സന്തോഷിനോട് കളിച്ചാൽ സന്തോഷ് പണി തരുമെന്നവൻ പേടിക്കണം എന്ന് പറഞ്ഞ് സന്തോഷിനെ കുറച്ച് കടല കൊടുക്കുമ്പോഴേക്കും സന്തോഷ് അത് കൈനീട്ടി വാങ്ങി കഴിക്കുന്നുണ്ട്. കുറച്ചു ബന്ധുക്കളെ പിരിയുന്നത് കുടുംബത്തിന് അപമാനമാണെന്നും പറഞ്ഞു വരും. അതിലൊന്നും വീഴരുത്. പിരിയുന്നതല്ല, തെറ്റായ ബന്ധത്തിൽ തുടരുന്നതാണ് അപമാനം. വേണ്ടെന്ന് വെക്കുന്നതിൽ ഒരു കുറ്റബോധവും വെക്കരുത്. ജീവിതത്തിലെടുത്ത തെറ്റായ ഒരു തീരുമാനത്തെ തിരുത്തുകയാണ് നമ്മൾ എന്നൊക്കെ പോറ്റി പറയുമ്പോൾ അതാണ് ശരിയെന്ന രീതിയിൽ സന്തോഷവും ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് പോറ്റി വീണ്ടും അവനെ അരികേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ശരിയെന്ന പൂർണ്ണ ബോധ്യം വേണം. എനിക്കിപ്പോഴും പേടിയാ. പെണ്ണിന്റെ പൂങ്കണ്ണീര് കണ്ടാ നീ വീഴും എന്ന് പോറ്റി ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇനി അങ്ങനൊന്നും വീഴില്ല പോറ്റി. പഴയ അനുഭവങ്ങളെ എന്നെ ശരിക്കും പഠിപ്പിച്ചു എന്ന് സന്തോഷ് പറയുന്നത് കേട്ട് പോറ്റിക്കും സന്തോഷമാവുന്നുണ്ട്. ഇനി അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പോറ്റി പറയുമ്പോൾ അത് ഞാൻ ഉറപ്പിച്ചു പോറ്റി എന്ന് സന്തോഷം പറയുന്നുണ്ട്. കേസിന്റെ ഭാഗമായി കൗൺസിലിംഗ് ഉണ്ടാവും. എവിടെയും നമ്മൾ സ്ട്രോങ് ആയി നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പോറ്റി പറയുമ്പോൾ ഇനി പിന്നോട്ടില്ല പോറ്റി എന്ന് സന്തോഷം ഉറച്ച തീരുമാനമെടുക്കുന്നുണ്ട്. ഇതുപോലെ കാര്യങ്ങളിൽ സ്ട്രോങ് ആയി നിന്നോണം. പോറ്റിക്ക് അത് മതിയടാ മക്കളെ. കുറെ പെണ്ണുങ്ങളെ പോറ്റിക്ക് പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളുടെ ഉടായിപ്പ് കാണുമ്പോഴേ എനിക്ക് കലി വരും. രണ്ടും രണ്ടു പാത്രത്തിലാകും വരെ എനിക്ക് ആകെ അസ്വസ്ഥതയാ എന്ന് പറഞ്ഞ് ചിരിയോടെ ഇപ്പൊ നീ ഓക്കെ ആയി എന്ന് പറഞ്ഞ് സന്തോഷിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അവനെ കുറച്ച് കടല കൂടി കൊടുത്തിട്ട് മൊത്തം തിന്നോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ടീച്ചറമ്മയും കനിയും വീണയും കൂടി കഞ്ഞി കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ടീച്ചറമ്മ ടെൻഷനോടെ പറയുന്നുണ്ട്, വീട്ടിൽ ആരും ഇല്ലാത്തത് കാരണം ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. കഴിക്കാനിരിക്കുമ്പോൾ കൊച്ചുങ്ങളെ ഓർമ്മ വരും. അവരെന്ത് കഴിച്ചു എന്നുള്ളൊരു വിഷമവും. പാവം കൊച്ചുങ്ങൾ മൂന്നും ഇപ്പോൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്താ വീട്ടിൽ നിൽക്കുന്നേ എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ട് കൊച്ചുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. പക്ഷേ മറ്റു രണ്ടിന്റെ മുഖം ഓർക്കുമ്പോൾ ക്ഷമിക്കാനേ തോന്നില്ല എന്ന് വീണയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈലിലേക്ക് ലച്ചുവിന്റെ കോൾ വരുന്നുണ്ട്. ടീച്ചറമ്മ മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ലച്ചു ആണെന്ന് പറയുമ്പോഴേക്കും ഇന്നെന്തു പറ്റി? ബോണ്ട് കനിയെ വിളിച്ചില്ലേ കുഞ്ഞാ? നിങ്ങളുടെ ബോണ്ട് പോയോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. ടീച്ചർ അമ്മയും ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളെന്താ കഞ്ഞി കുടിക്കുവാണോ എന്ന് വീഡിയോ കോളിലുള്ള ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അതെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എടി അങ്ങോട്ട് തിരിച്ചേ, എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് ലച്ചുവും പറയുന്നുണ്ട്. ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ മൊബൈലിലെ ക്യാമറ മാറ്റിക്കൊണ്ട് കഞ്ഞിയും പപ്പടവും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞി, അച്ചാറ്, ബീട്രൂട്ട് തോരനാണോ? പിന്നതേ പപ്പടം. അയ്യോ കൊതിയായിട്ട് വയ്യ സരസു എന്ന് ലക്ഷ്മി വിളിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്തും കനി ആകെ ടെൻഷനോടെ തന്നെ ഇരിപ്പാ. എടി കൊതിച്ചി, കൊതി വെക്കുന്നോ? ഞങ്ങളുടെ വയറൊക്കെ കേടാവുന്ന ലക്ഷണമുണ്ടേ എന്ന് ടീച്ചറമ്മ കളിയായി പറയുമ്പോഴേക്കും പോടീന്ന് ലച്ചുവും പറയുന്നുണ്ട്. സരസു, ഞാനൊരു കാര്യം പറയാനാ വിളിച്ചതെന്ന് ലച്ചു പറയുമ്പോഴേക്കും എന്താടീന്ന് ടീച്ചറമ്മയും. കനിക്ക് ഇങ്ങോട്ടൊരു വിസ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ലച്ചു പറയുന്നത് കേട്ട് ചിരിയോടെ ഇരുന്ന ടീച്ചറമ്മയുടെ മുഖം മങ്ങുന്നുണ്ട്. അവർ ടെൻഷനോടെ കനിയൊന്ന് നോക്കിക്കൊണ്ട് വിസയോ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് കനിക്കുട്ടീനി ഇവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് ലച്ചു പറയുമ്പോൾ ഇവിടെ ഇവൾക്ക് എന്താടി ഒരു പ്രശ്നമെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. ഇവിടെയാവുമ്പോൾ നല്ല എക്സ്പോഷർ ഉണ്ടല്ലോ അതാടി എന്ന് ലച്ചു പറയുന്നത് കേട്ട് വിഷമത്തോടെ കനിയെന്ന് നോക്കിക്കൊണ്ട് അതൊന്നും ശരിയാവില്ല ലച്ചു എന്ന് സരസവും പറയുന്നുണ്ട്. എടി ഞാൻ ഓൾറെഡി വിസ കനിക്ക് അയച്ചു കഴിഞ്ഞു എന്ന് ലച്ചു പറയുന്നത് കേട്ട് ടീച്ചറമ്മയും വീണയും അമ്പരപ്പോടെ കനിയെ നോക്കുന്നുണ്ട്. ആകെ ടെൻഷനോടെ ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ ലച്ചു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഹെൻറി മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. എനിക്കും ഒരു കൂട്ട് വേണ്ടേടി, കനി ഇങ്ങോട്ട് വരട്ടെ പ്ലീസ് എന്ന് ലച്ചു പറയുമ്പോഴേക്കും അപ്പോൾ ഇതായിരുന്നു കുറച്ചു ദിവസമായിട്ടുള്ള നിങ്ങളുടെ ഒളിച്ചുകളി സംസാരം. കൊള്ളാടിന്ന് ടീച്ചറമ്മയും വിഷമത്തോടെ പറയുന്നുണ്ട്. എടി കമോൺ, പിണങ്ങല്ലേടി. ഞാനിവിടെ എന്റെ സ്വന്തം കുഞ്ഞായിട്ട് കനിക്കുട്ടിയെ നോക്കില്ലേ? നീ ആ ഫോണൊന്ന് കനിക്ക് കൊടുത്തേ എന്ന് പറയുമ്പോഴേക്കും ടീച്ചറമ്മ കനിയുടെ നേരെ മൊബൈൽ പിടിക്കുന്നുണ്ട്. കനി, ഫോർമാലിറ്റീസ് ഒക്കെ വേഗം ക്ലിയർ ചെയ്യണം കേട്ടോ, എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി വാ എന്ന് ലച്ചു പറയുമ്പോഴേക്കും കനിയും തലയാട്ടിക്കൊണ്ട് അത് സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്ന് പരിഭവത്തോടെ പറഞ്ഞ് മൊബൈൽ കനിയുടെ കയ്യിലേക്ക് കൊടുത്തോണ്ട് ടീച്ചറമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. വീണയും ദേഷ്യത്തോടെ കനിയൊന്ന് നോക്കിക്കൊണ്ട് പ്ലേറ്റും എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. ലച്ചു കനിയെ വിളിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ വിളിക്കാം കുഞ്ഞാ എന്ന് ടെൻഷനോടെ കനിയും പറയുന്നുണ്ട്. പിന്നീട് ഡൈനിങ് ഹാളിൽ ടെൻഷനോടെ ഇരിക്കുന്ന ചെറിയമ്മയുടെയും വീണയുടെ അടുത്തേക്ക് കനി വന്ന് ആ മൊബൈൽ ചെറിയമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളോടൊന്നും പറയാതെ നീ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടല്ലോടി എന്ന് വീണ പറയുമ്പോൾ അത് നടക്കത്തില്ല എന്ന് കനിയും പറയുന്നുണ്ട്. അത് കേൾക്കെ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ പറയാതങ്ങ് നിശ്ചയിച്ച് പോവുകയാണോ വേണ്ടത്? എന്താ കനിക്കുട്ടിന്ന്
അങ്ങനല്ല ചെറിയമ്മ എന്ന് കനി പറയുമ്പോൾ മോള് സത്യം പറയണം. ഞാനന്ന് ജോണിന്റെ കാര്യത്തിൽ മോളെ വഴക്ക് പറഞ്ഞത് വിഷമായോ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അത് വിഷമായി, പക്ഷേ അത് കാരണം ആരെങ്കിലും അമേരിക്കയ്ക്ക് പോവോ എന്ന് കനി ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ കനിക്കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അന്ന് വഴക്ക് പറഞ്ഞത് ശരിക്കും വിഷമായിന്ന് എനിക്കറിയാം. മോളെ അതൊന്നും ഉള്ളിൽ വെക്കല്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതൊന്നും എന്റെ ഉള്ളിലില്ല ചെറിയമ്മ എന്ന് കനിയും പറയുന്നുണ്ട്. കനിയും ആകെ വിഷമത്തോടെ അവളുടെ കൈ പിടിച്ചെടുത്തോണ്ട് എടി അന്നത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു, അതൊന്നും നീ കാര്യമായിട്ട് എടുക്കല്ലേന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും എന്നെ എന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ അപ്പോഴേ കഴിഞ്ഞു. ഇതില് വേറൊരു കാരണവുമില്ല, ഞാൻ തന്നെയാ കാരണം എന്ന് കനി പറയുമ്പോൾ ഞാൻ വഴക്ക് പറയുന്നത് കേട്ട് അന്ന് രാത്രി മാറിക്കിടന്നതോ എന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട്. അത് വിഷമായിട്ട് തന്നെയാ, പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നും അല്ല പോകുന്നത്. ഇനി പഠനം അവിടെ തുടരുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ഒരു മാറ്റം ഈ സമയത്ത് വല്ലാണ്ട് ആവശ്യമായിട്ട് തോന്നുക എന്ന് കനി പറയുമ്പോൾ മൂത്ത 2 മക്കളും എനിക്ക് ഉപകാരപ്പെടാത്തവരാ. ഇവളുടെ ജീവിതമാണെങ്കിൽ ഇങ്ങനെയുമായി. എനിക്ക് നീയൊരു ബലമായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് എന്റെയും ബലമാണല്ലോ ചെറിയമ്മ. അത് ഞാൻ ഇനി എവിടെ പോയാലും എന്റെ സ്ട്രെങ്ത് ചെറിയമ്മ തന്നെ ആയിരിക്കും എന്ന് ചിരിയോടെ കനിയും പറയുന്നുണ്ട്. അത് കേൾക്കെ ടീച്ചറമ്മയും ടെൻഷനോടെ അപ്പോ പോണെന്ന് തന്നെയല്ലേ ഇപ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇനി നാട്ടിൽ ഉണ്ടാവാതിരിക്കുന്നതാ ചെറിയമ്മേ ഭംഗി എന്ന് കനി പറയുമ്പോൾ മോൾ ഇന്ന് രാത്രി ഒന്ന് നന്നായിട്ട് ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനം നാളെ പറയേ എന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും കനി അതിനെ എതിർത്തോണ്ട് എന്തോ പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും ചെറിയമ്മ അവളെ തടഞ്ഞോണ്ട് ഇന്നിനി എന്നോടൊന്നും പറയണ്ട, നന്നായി ആലോചിച്ചിട്ട് നാളെ പറയുന്ന സങ്കടത്തോടെ പറഞ്ഞോണ്ട് ചെറിയമ്മ അവിടുന്ന് പോകുന്നുണ്ട്. വീണയും അവളെ നോക്കി ഒന്നും മിണ്ടാതെ പോകുമ്പോഴേക്കും കനിയും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ട്. പിന്നീട് ജോണിനെ വിളിക്കുന്ന കനിയാണ് കാണിക്കുന്നത്. ഡ്രൈവിലായിരുന്ന ജോണും കാർ നിർത്തി അവളുടെ കോളെടുത്തോണ്ട് പുറത്തിറങ്ങി. എന്താ കനി എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ കോള് കണ്ടപ്പോൾ തന്നെ ടെൻഷൻ ആയിട്ടുണ്ടാവുമെന്ന് അറിയാമെന്ന് കനി പറയുന്നുണ്ട്. അതെന്തിനാ എന്ന് ജോൺ ചോദിക്കുമ്പോൾ ഞാൻ US പോവുക എന്ന് കനിയും പറയുന്നുണ്ട്. അതെന്തേ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എന്ന് ജോൺ ചോദിക്കുമ്പോൾ ഇനി എന്തായാലും ഇവിടെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി സ്റ്റഡീസ് ഒക്കെ അവിടെ ആകാമെന്ന് വെച്ചു. ഞാൻ കാരണം ജോണേട്ടൻ ഇനിയൊരു ശല്യം ഉണ്ടാകത്തില്ല എന്ന് ചിരിയോടെ അവൾ പറയുന്നുണ്ട്. എനിക്ക് ശല്യം ഉണ്ടാവുന്നെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ദേഷ്യത്തോടെ ജോൺ ചോദിക്കുമ്പോൾ ജോണേട്ടന്റെ മനസ്സ് ഊഹിക്കാലോ എന്ന് കനിയും പറയുന്നുണ്ട്. വെറുതെ ഊഹിച്ച് തെറ്റിദ്ധരിക്കണ്ട. അപ്പോ അതുകൊണ്ടാണോ യാത്ര എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. ഇവിടെ തുടരാൻ എന്തോ ഒരു കംഫർട്ട് പ്രശ്നം തോന്നുന്നു. എന്തായാലുമേ ഞാൻ പറഞ്ഞ കാര്യം മറ്റാരും അറിയണ്ട. വീണയുടെ കാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഇപ്പൊ തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഓക്കെ ആയിക്കോളും. ആ ഒരു തോന്നൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചിരിയോടെ കനി പറയുമ്പോൾ എന്തൊക്കെയാ തന്റെ പ്ലാൻ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലെന്ന് ജോണും പറയുന്നുണ്ട്. ഇപ്പം തൽക്കാലം US പോവുക, സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഏതെങ്കിലും സായിപ്പിനെ കെട്ടി പൊറുതിയാവുക. സങ്കടം ഉള്ളിലൊതുക്കി ചിരിയോടെ അവൾ പറയുമ്പോഴേക്കും അത് നല്ല ഐഡിയ ആണ് എന്ന് ജോണും പറയുന്നുണ്ട്. അതെ എന്ന് സമ്മതിച്ചോണ്ട് ഞാൻ വിസ വന്ന കാര്യം അറിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചത് ജോണേട്ടനെയാ എന്ന് കനി പറയുന്നത് കേട്ട് ബെസ്റ്റ് വിഷസ് എന്ന് ജോണും അവളെ വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക് യു, ശരി ജോണേട്ടാ എന്ന് പറഞ്ഞ് കനി കോൾ വെക്കുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് ജോണും കോൾ വെക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ കനി എണീറ്റ് വരുമ്പോഴേക്കും കനിയെന്നും വിളിച്ചോണ്ട് ചെറിയമ്മയും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇതാ നെയ്യിട്ട നല്ല ഉഗ്രൻ കോഫി എന്ന് പറഞ്ഞ് ചെറിയമ്മ അവൾക്ക് ആ കോഫി നൽകുമ്പോഴേക്കും വീണയും അങ്ങോട്ട് വന്ന് ആഹാ എനിക്ക് വാട്ട ചായയും അവൾക്ക് നെയ്യിട്ട കോഫിയും, അതെന്ത് പരിപാടിയാമ്മ എന്ന് പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടടി എന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് വീണയോടായി പറയുമ്പോഴേക്കും എന്താ ചെറിയമ്മ ഒരു കഥകളി എന്ന് കനി ചോദിക്കുന്നുണ്ട്. എനിക്കിന്ന് സ്പെഷ്യൽ കോഫിയാണല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഫുഡുമുണ്ട്. ഞാനൊരു 3 മാസത്തേക്ക് കനിക്കുട്ടിക്കൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ചെറിയമ്മ പറയുന്നത് കേട്ട് അല്ല ചെറിയമ്മേ US പോകുമ്പോൾ ആ പ്ലാനൊക്കെ പൊളിയത്തില്ലേ എന്ന് അമ്പരപ്പോടെ കനിയും ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ടെൻഷനോടെ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുറത്തു വെച്ച് കനി മഹേഷിനെയും രാധയെയും മീറ്റ് ചെയ്യുന്നതും ഗൗരവമുള്ളൊരു കാര്യം വിശദമായി സംസാരിക്കാൻ ടീച്ചറമ്മ വിഷ്ണുവിനെ വീട്ടിലേക്ക് വിളിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.